എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി പിന്നെ അങ്ങനെ ബാക്കിലേക്ക് ബോധരഹിതമായിട്ട് പോവുക. ആ സമയത്ത് ഒരു കൈ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. അത് അങ്ങനെ നിറയെ വളയുണ്ട് അതിൽ. അത് അത്ഭുതമാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ കണ്ണുകൾക്ക് ഒരു എന്തോ ഒരു പവറുണ്ട്. ഉയരത്തിൽ കസാര ഇരിക്കണേൽ വന്നിരുന്നിട്ട് ഒരു ചോദ്യം, നീ വിവാഹം നടത്തിയ കുട്ടികളുടെ വിശേഷം എന്താന്ന്. ഞാനെടുത്തത് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഞാൻ വിവാഹം നടത്താൻ ഞാൻ കല്യാണ ബ്രോക്കറല്ലല്ലോ. മോളുടെ കുട്ടിക്ക് പേരിടൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ദർശനം പോലെ എനിക്ക് ആ രൂപം വന്നിട്ട് ദർശനത്തിലേക്ക് വരുന്നത്. അതെ, സിംഹത്തിൻ്റെ കൂടെയുള്ളത് പുറത്തിരിക്കണില്ല, നിൽക്കുകയാണ്. ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തി എൻ്റെ ഊർജ്ജത്തിലിരിക്കാനാണ് പറയാം, നേരെ ഇരിക്കാൻ പറയും. കാരണം എനർജികൾ പലതായിരിക്കും. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പല എനർജി ആയിരിക്കും അന്തരീക്ഷത്തിൽ നിൽക്കുക. ഈ എനർജിയിലൂടെ അവരിൽ കൂടെ വേണം എൻ്റെ എനർജി രോഗത്തിലേക്ക് വരാൻ. അത് പറയണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമുണ്ട്. എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ക്ഷേത്രമാണ്, എൻ്റെ ആ വീട്ടിൽ ഇരുന്നിട്ട് മാത്രമാണ് എനിക്കത് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. അപ്പം അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജമുണ്ട്. ഈ അനവധി ഊർജ്ജങ്ങളെ എനിക്ക് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും. പുറത്തിറങ്ങിയാൽ എനിക്ക് അതിന് അനുവാദമില്ല. അമ്പലം എന്ന് പറയാൻ വലിയ കെട്ടി ഇതൊന്നുമില്ല. കാരണം ഭഗവതി പറഞ്ഞേക്കുന്നത് നീയായിരിക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനായിട്ടിരിക്കുക. എന്താണ് സിമ്പിളായിട്ടിരിക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക, സിമ്പിളായിട്ട് നമുക്കൊരാളെ പരസഹായം ചെയ്തു കൊടുക്കാൻ, ചെറുതാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ടാരോ കാർഡ് റീഡേഴ്സിനെ ഒരുപാട് പേരെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ ടാരോ കാർഡ് നിർമ്മിച്ച, ഒറാക്കിൾ കാർഡ് നിർമ്മിച്ച ഗംഗാമയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഗംഗാമ, നമസ്കാരം. നമസ്കാരം. ഈ ടാരോ കാർഡ്സ് ഒക്കെ നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒറാക്കിൾ കാർഡ്സ് മലയാളത്തിൽ ഒരു 4 ടൈപ്പ് ഓഫ് കാർഡ്സ് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അമ്മയുണ്ട്. എനിക്കറിയേണ്ടത്, കാർഡിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗംഗാമ്മ ഈ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ദർശനം, ഇപ്പം നമ്മളുടെ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം ദർശനം എന്ന് പറയുമ്പോൾ മറ്റൊരാളെ ദർശിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദർശിക്കേണ്ടത് ഭഗവതിനെയാണ്. അപ്പോൾ ഭഗവതിയെ ദർശിക്കുമ്പോൾ ഭഗവതിയിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതിലൂടെയാണ് ഇപ്പോൾ ആ ഒരു പാത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞ 2013 മഹാനവമിക്കാണ് എനിക്ക് ദർശനം കിട്ടണത്, എനിക്ക് വെളിപാട് കിട്ടണത്. അതായത് 2013 നവംബറിൽ മഹാനവമി സമയത്ത് ദുർഗാഷ്ടമി ദിവസം പുലർച്ചയ്ക്കാണ് എനിക്ക് ഈ വെളിപാട് വരുന്നത്. അതുവരെ ഞാൻ സാധാ ഒരു വീട്ടമ്മ, എല്ലാവരെ പോലെ സാധാ ഒരു വീട്ടമ്മ. ആ ദർശനത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു പ്രത്യക്ഷപ്പെട്ടൊരു രൂപമുണ്ട് എൻ്റെ മുമ്പിൽ. നർത്തനത്രയങ്ങളെ കൊണ്ട് കാണാൻ ഭഗവതിയെ കഴിയില്ല എന്ന് പറഞ്ഞാലും ശരിയാണ്, സത്യമാണ്. പക്ഷെ ഊർജത്തിന് രൂപമില്ല. അപ്പം എൻ്റെ മുമ്പിൽ ഒരു പ്രത്യക്ഷ ഭാവത്തിൽ വന്നൊരു ഭഗവതിയുണ്ട്. അത് സിംഹാരൂഢയായ ദേവിയായിരുന്നു. ചിത്രങ്ങളിലൊക്കെ കാണുന്ന, അതെ, സിംഹാരൂഢയായ ഭഗവതി, സിംഹാരൂഢയായ ദുർഗ. ഞാനിപ്പോൾ വിളിക്കണ കുഞ്ഞുട്ടിയമ്മ എന്ന്, കാരണം ബാലദുർഗയാണ്. അപ്പോൾ ഈ ഭഗവതി എന്നോട് എനിക്ക് കിട്ടിയ വെളിപ്പാട് ചെവിയിൽ വന്ന് പറഞ്ഞത്, ഇതാണ് എൻ്റെ രൂപം, ഇനി മുതൽ നീ ഇതാണ് പൂജിക്കേണ്ടത്, ഇതാണ് പറയണത്. അതുവരെ ഞാൻ ഭഗവതിയെ കണ്ടിട്ടില്ല, പൂജിച്ചിട്ടില്ല, ഭഗവതിനെ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ 4 വയസ്സിൽ മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയിൽ നടക്കുമ്പോൾ ഞാൻ ഒരു തീ പൊള്ളൽ എനിക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശരീരത്തിലെ ഉടുപ്പെല്ലാം കത്തിയെങ്കിലും എൻ്റെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടില്ല. വെള്ളത്തിൽ പല തവണ വീണിട്ടുണ്ട്, ബൈക്ക് ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ്. ഞാൻ പ്രസവത്തിന് പോകുമ്പോൾ, എൻ്റെ മോനെ പ്രസവിക്കാൻ പോകുമ്പോൾ പ്രസവത്തിന് എടുത്തിട്ട് പോവാം, 10 മാസമായിട്ട് പ്രസവത്തിന് എടുത്തിട്ട് പോവാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ഹോസ്പിറ്റൽ കഴിഞ്ഞു, രണ്ടാമത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, പഴയ മെഡിക്കൽ കോളേജ്. ഇങ്ങോട്ട് കൊണ്ടുപോകണ നേരത്തെ അപ്പോൾ അന്ന് രാവിലെ ഈ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയ ഓട്ടോയിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പ്രസവത്തിന് തുടങ്ങിയത്. അന്നൊരു ഒറ്റ വണ്ടിയില്ല, ഓട്ടോ കിട്ടാനുള്ളൂ. ഈ ഓട്ടോയിൽ അവരെ എന്നെ കൊണ്ടുപോയിട്ട് ഓട്ടോ പകുതി എത്തിയപ്പോൾ ബ്രേക്ക് നിന്നു. ബ്രേക്കില്ല, അത് ഗിയറിലൊക്കെ വണ്ടി പോകണം. അപ്പോൾ പോകുന്ന ഗേറ്റ് എത്തിയേക്കുമ്പോൾ അവിടെ ഡ്രൈവർ വിളിച്ച് പറയണ്ടേടാ, വണ്ടി പിടിച്ച് നിർത്ത്, ഇല്ലെങ്കിൽ വണ്ടി പോയി ഗേറ്റിലിടിക്കും. വണ്ടി പോയി ഗേറ്റിലിടിച്ചാൽ 5 പേരും അവിടെ തീരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ വണ്ടി പിടിച്ച് ചാടി നിർത്തിയതും വണ്ടി മറിഞ്ഞതും ഒപ്പാണ്.
വണ്ടി മറിഞ്ഞപ്പോൾ എല്ലാവരും പുറത്തു പോയി. പക്ഷെ ഞാൻ ആ വണ്ടിയുടെ അകത്തിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അതൊരു അത്ഭുതമാണ്. ആ വണ്ടി ഉയർത്തുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് കണ്ണ് കാണാമല്ലോ, ഇരുട്ടാണ്. കാരണം എല്ലാവരും മരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഷ്ടമിരോഹിണിക്ക് തലേദിവസമാണ് എന്നെ കൊണ്ടുപോകണത്. എല്ലാവരും മരിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി പിന്നെ അങ്ങനെ ബാക്കിലേക്ക് ബോധരഹിതമായിട്ട് പോവുക. ആ സമയത്ത് ഒരു കൈ വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. അത് അങ്ങനെ നിറയെ വളയുണ്ട് അതിൽ. അത് അത്ഭുതമാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ വളയെല്ലാം നരച്ചിട്ടുണ്ട്, വസ്ത്രമൊക്കെ നരച്ച വസ്ത്രം, കഴുത്തിൽ നിറയെ മാലുണ്ട്, തലയിൽ നല്ല ഒരു ജട. ഒരു സ്ത്രീയാണ്, കറുത്തൊരു സ്ത്രീ. ഇത് ഈ അർദ്ധരാത്രിയിൽ 2, 2:30, 3 മണിയായിട്ടുണ്ട്. 2:30ക്ക് എവിടെ നിന്നാണ് ഈ സ്ത്രീ വന്നത് എന്നെ പിടിക്കാൻ? മറ്റുള്ളവർ കണ്ടോ? എനിക്കറിയില്ല. അവിടെ ആരും ആ സമയത്തില്ല. കാരണം എല്ലാവരും മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം വാങ്ങിക്കൊണ്ട് പോകാൻ തന്നിട്ട് പിന്നെ അപ്രത്യക്ഷമായി എടുക്കുന്നത്. കാരണം അബോധാവസ്ഥയിൽ ഞാൻ ബൈക്കിലേക്ക് ഇങ്ങനെ വിടാൻ പോയപ്പോൾ എന്നെ പിടിച്ചിട്ട് വന്ന് എവിടുന്ന ഇരുട്ടത്ത് എന്നെ കണ്ട് എന്നുള്ളതാണ് അത്ഭുതം. കാരണം ഇടിച്ച വശം ലേറ്റൊന്നുമില്ലല്ലോ. രാത്രി 3 മണിയാകുമ്പോൾ റോട്ടിൽ വെളിച്ചൊന്നുമില്ല. ഇന്നത്തെ കാലമല്ല, 1995 കാര്യമാണ് പറയണത്, 1995. ഇപ്പം റോട്ടിൽ ലൈറ്റൊന്നുമില്ല. അങ്ങനെ പോകുന്ന നേരത്തെ ഈ വണ്ടി ഇടിച്ച് മറിഞ്ഞതും ഒരു ഭയങ്കരമായൊരു ശബ്ദം കേട്ടിട്ടാണ് ആൾക്കാർ വീടിൻ്റെ ലൈറ്റ് ഇടുന്നത്. പക്ഷെ ആ സമയത്താണ് എന്നെ പിടിച്ച് ബോധരഹിതമായി എന്നെ പിടിച്ച് ഈ റെയിലിൻ്റെ ഇതിലിരുത്തി തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം വാങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഇന്ന് വരെ ആ രൂപം കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. കാരണം അർദ്ധരാത്രി സമയത്ത് ഒരു സ്ത്രീ എവിടെ നിന്നാണ് അവിടെ ഉണ്ടാവുക ആ വഴിയിൽ? തീർച്ചയായിട്ടും ഞാനത് എന്നിലുള്ള അല്ലെങ്കിൽ ആ നേരത്തെ എന്നെ രക്ഷിക്കാൻ വന്ന ഭഗവതിയായിട്ട് തന്നെ ഞാനതിനെ കണക്കാക്കിയാണ് തീർച്ചയായിട്ടും. കാരണം പല സന്ദർഭത്തിലും പിന്നീടും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2012 എൻ്റെ മോളെ വിവാഹം കഴിക്കണത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ക്രൈസായിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഞങ്ങളുടെ വീടൊരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലത്തെ വീട്ടിൽ ലോണൊന്നും കിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഇത്തിരി പൈസ കൈകാര്യം ചെയ്യാൻ, എൻ്റെ സെക്കൻഡ് മാരേജാണ് ഇപ്പോൾ, എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡ് സെക്കൻഡ് മാരേജാണ്. ആദ്യ വിവാഹത്തിൽ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് കെയർ ചെയ്യില്ല. സമ്പത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ഒരാളല്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ മോളെ കല്യാണമായപ്പോൾ ഭയങ്കര ഇതായി. പൈസ ഇല്ല, ഒരു പൈസ ഇല്ല മോൾക്ക്. കല്യാണത്തിന് എടുക്കാനുള്ള സ്വർണ്ണങ്ങളോ വസ്ത്രം ഒന്നും എടുക്കാൻ പൈസ ഇല്ല. ഉള്ളത് ഒരാഴ്ചയാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ലോണ് ശരിയാക്കണില്ല. അപ്പോൾ അന്ന് ഈ സഹകരണ ബാങ്കിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് 3-4 മാസം മുമ്പേ. പക്ഷേ ഇവർ ഈ ഗ്രൂപ്പ് തർക്കം കാരണം കൊണ്ട് എനിക്ക് ലോണ് തരാൻ ബുദ്ധിമുട്ട്. അപ്പുറത്തുള്ള ഒരാളെ ഇത്തിരി നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് അപ്പുറത്തെ ഗ്രൂപ്പിൽ ലീഡർ. അയാളെ ഞങ്ങളറിയാം. അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇവർക്ക് ലോൺ പാസ്സാക്കി കൊടുക്കണമെന്ന്. ആരും ആശയുണ്ട് ഈ ഗ്രൂപ്പേരാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്, ആ കമ്മിറ്റിക്കാർ. ഇവരത് വൈകിച്ചപ്പോൾ എൻ്റെ മോളെ കല്യാണം ഒരാഴ്ചയേ ഉള്ളൂ. ഇവർ തരുന്നില്ല. ഇവരുടെ പ്രസിഡൻറ്റിൻ്റെ കാല് വരെ ഞാൻ പോയി പിടിച്ചു. എൻ്റെ മോളെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ ഭാര്യ പറഞ്ഞു ആ കുട്ടി കാല് പിടിച്ചില്ലേ, നിങ്ങളതൊന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അയാൾക്കും വിളിച്ച് പറയാനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് പട്ടയഭൂമിയാണ്, വഴിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആത്മഹത്യ വഴിയുള്ളൂ. കാരണം എല്ലാവരോടും കല്യാണം പറഞ്ഞു. മോളെ കല്യാണത്തിന് വേറെ നാട്ടുകാർ കളിയാക്കില്ലേ, ഇത്രയും വലിയ ഇതൊക്കെ ആയിട്ട് കുട്ടീനെ കല്യാണം അയച്ചു കൊടുക്കാൻ. അപ്പോൾ ആത്മഹത്യ ചെയ്യാം. എങ്ങനെ ആത്മഹത്യ ചെയ്യാം? ബാങ്കിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വടക്കാഞ്ചേരിക്ക് വരണം. ബാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാം. പക്ഷെ ആ സമയത്ത് ഒരു ചൊവ്വാഴ്ച ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് കല്യാണം പറഞ്ഞിട്ട് ചെല്ലുക. ഈ കല്യാണം പറഞ്ഞ് ചെല്ലുമ്പോൾ ഏകദേശം ഒരു 2-2:30 ആയിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് അവരെ ബാക്കിൽ നടക്കണത് എന്താ ആത്മഹത്യ ചെയ്യാൻ വേറെ വഴി. ഇവരൊക്കെ ആർക്കും അറിയില്ല ഞാനങ്ങനെ ചിന്തിച്ചുള്ളത്. ഒരൊറ്റ കിലുക്ക ഇങ്ങനെ അരമണി മാളും ചിലമ്പും കൂടിയിട്ട് ഇങ്ങനെ കിലുങ്ങണം, ഒരൊറ്റ ശബ്ദം. ഈ ശബ്ദം ഹസ്ബൻഡും കേട്ടിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ 4 പുറം നോക്കി. കാരണം ഈ മേടത്തിലെ മോളെ കല്യാണം, ഈ മേടത്തിൽ എവിടെ നിന്നാണ് ഈ ചിലമ്പിൻ്റെയും വാളും അരമണിയും കിലുങ്ങണം? കാരണം കോമരങ്ങളൊന്നും ഉള്ള കാലമല്ല മേടമാസം, എല്ലാം കഴിഞ്ഞിട്ടുള്ള കാലമാണല്ലോ മേടം. അപ്പം ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക്, എനിക്കറിയില്ലല്ലോ ഭഗവതിമാരെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഒരു 11 രൂപ എടുത്തിട്ട് ഞാൻ കൊണ്ടൊഴിഞ്ഞു വെച്ചു. ഇനി അമ്മയ്ക്ക് വരുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കഴിഞ്ഞു. പക്ഷെ നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് 4 മണിക്ക് എനിക്ക് ലോൺ അവർ പാസ്സാക്കി തന്നു. അപ്പോൾ എൻ്റെ മോളെ കല്യാണം നടന്നു. അപ്പോൾ ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ഭഗവതിക്ക്. അവിടെ ഒരു മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ താലി വഴിപാട് നടന്നിട്ടാണ് മോൾക്ക്. അപ്പോൾ താലി ഞാനത് സത്യം പറഞ്ഞാൽ മറന്നുപോയി. നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ, കാര്യം നടന്നാൽ മറക്കേണ്ട ഒരു സ്വഭാവം മലയാളിക്കുണ്ടല്ലോ, മറന്നുപോയി.
പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആവണേ ഉള്ളൂ, കഷ്ടി ഒരാഴ്ച ആയിട്ടില്ല. അപ്പം ഞാൻ എല്ലാവർക്കും ഊണൊക്കെ കൊടുത്തു, ഞാനും ഒന്ന് മയങ്ങ ഉച്ചാകുമ്പോൾ. അപ്പം എന്നോട് ഇതേപോലെ ഭയങ്കര ഹൈറ്റിലൊരു കസാരയിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ കസാര നമ്മൾ കല്യാണ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കസാര ഇങ്ങനെ കയറ്റിയിട്ടില്ല, ഇങ്ങനെ ഉയരത്തിൽ കസാര ഇരിക്കണേൽ വന്നിരുന്നിട്ട് ഒരു ചോദ്യം, നീ വിവാഹം നടത്തിയ കുട്ടികളുടെ വിശേഷം എന്താന്ന്. ഞാനെടുത്തത് അങ്ങോട്ട് മറുപടി പറഞ്ഞു, ഞാൻ വിവാഹം നടത്താൻ ഞാൻ കല്യാണ ബ്രോക്കറല്ലല്ലോ എന്ന് ചോദിച്ചു തിരിച്ചങ്ങോട്ട്. ഈ പറഞ്ഞ വ്യക്തിയുടെ രൂപം നല്ല പതക്കമാല കഴുത്തിലിട്ടിട്ട് ബ്ലൗസും ജാക്കറ്റും മാത്രമേ ഉള്ളൂ, ആടയാഭരണങ്ങൾ അത്രേ ഉള്ളൂ, പതക്കമാലയും മൂക്കുത്തി, അതെനിക്ക് വ്യക്തമായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ പെട്ടെന്ന് ഞാൻ മയങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്കാണ്, നല്ല വെയിലും ചൂടുള്ള സമയമാണല്ലോ മാഡം. അപ്പം ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ ഉണർത്തി. എനിക്കൊരു പെട്ടെന്ന് മനസ്സിലായി, എനിക്കത് ദേവി വന്നിട്ട് എന്നോട് പറയണം, നീ കല്യാണം നടത്തിയ കുട്ടികളെ വിശേഷം എന്താണെന്നാണ് ചോദിക്കണത്. ഉടനടി പറഞ്ഞു, മോൾക്ക് താലി കൊടുക്കാണ്ട് അങ്ങോട്ട് പോയി പറയട്ട് വേഗം ഹസ്ബൻഡിനെ ഉണർത്തി. ഞാൻ വേഗം കുളിച്ചു വേഗം പോയി താലി വാങ്ങി. അന്ന് രാത്രി ആ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് 41 ദിവസം ഇനിയും കഴിയണ്ടേ. അപ്പം അതായത് ഈ ഭഗവതി എൻ്റെ അടുത്ത് വരണാട്ടി മുന്നേ, ദർശനം കിട്ടണാട്ടി മുന്നേ പല ഇൻസിഡൻറ്റുകളും മുന്നേ നടന്നിട്ടുണ്ട്, ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയിൽ, അതായത് എൻ്റെ മോൾക്ക് 1.5 വയസ്സായപ്പോൾ മുത്തറഞ്ഞാണ് ഇട്ടിട്ട് ഓടി വരുന്ന ശബ്ദം. അപ്പം ഞാൻ പേടിച്ചു എന്ന് കണ്ടപ്പോൾ നിന്നു. പിന്നെ മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ്, അപ്പോഴും ഇതേപോലെ പതിയെ നടന്നു വരുന്ന ശബ്ദം, അപ്പോഴും ഞാൻ പേടിച്ചു. പിന്നെ അറിയിക്കണത് മോൾക്ക് 19 വയസ്സായപ്പോഴാണ്. അപ്പം അതുവരെ എന്നെ കാത്തിരുന്നിട്ടുണ്ടല്ലോ. പിന്നെ പല അപകടങ്ങളും എനിക്ക് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ വീണാൽ ഞാൻ കരയിലിരിക്കുന്നുണ്ടാവും. എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ കരയിലിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബസ് ഇടിച്ചാൽ എൻ്റെ മേലിൽ നിന്ന് ഒരു ചോര, ഞാൻ ഒരുപാട് ആക്സിഡൻറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു തരി ചോരയോ അപകടമോ ഒന്നും പറ്റില്ല. അങ്ങനെ പല അത്ഭുതങ്ങളും എനിക്ക്, അതുപോലെ തന്നെ വരാൻ പോണ കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്നതൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കണില്ല. പക്ഷെ എനിക്ക് അറിയണത് അപ്പോൾ ഭഗവതിക്ക് തന്നെ ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും, എന്നിലുള്ള ഊർജ്ജത്തിന് മനസ്സിലായിട്ടുണ്ടാവും, ഇവളിതെന്നും പറഞ്ഞിട്ട് ഇവളറിയണില്ല, ഞാനായിട്ട് തന്നെ പോയി കാണിച്ചു കൊടുക്കണമെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ദുർഗ. അതായത് എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു, മോളുടെ ആദ്യ പ്രസവം കഴിഞ്ഞു, മോളുടെ കുട്ടിക്ക് പേരിടൽ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ദർശനം പോലെ എനിക്ക് ആ രൂപം വന്നിട്ട് ദർശനത്തിലേക്ക് വരുന്നത്. അതെ, സിംഹത്തിൻ്റെ കൂടെയുള്ള പുറത്തിരിക്കണില്ല, നിൽക്കുകയാണ്. അപ്പം നിൽക്കണ ആ രൂപം വന്നിട്ട് നമ്മളോട് അവിടുന്ന് 41 ഒരു മണ്ഡലകാലം ഞാൻ എൻ്റെ ലൈഫ്, അതുവരെ ഞാൻ മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചിരുന്നു ആ രാത്രി വരെ. പിന്നെ എനിക്ക് ആ മണം പറ്റില്ല, അതൊന്നും പറ്റില്ല. പിന്നെ വേറെ ലൈഫിലേക്ക് പോവാണ്. കാരണം അപ്പം ഞാൻ ചോദിച്ചു, പീഠത്തിൽ ഇരുത്തണോ? അപ്പം നീ എന്നെ പീഠത്തിലല്ലേ ഇരുത്തിയിരുന്നത്? ഇതാണ് തിരിച്ചു ചോദ്യം. അപ്പം ഞാൻ വേഗം ഒരു ഫോട്ടോ പോയി വാങ്ങിക്കൊണ്ടുവന്നു. എനിക്ക് ദേവീനെ അറിയില്ല. അപ്പം ഞാൻ ഗുരുവായൂർ, അപ്പം ഞങ്ങൾ ഇരിക്കണ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്ററിൻ്റെ ഗുരുവായൂർ പോയിട്ട്, അപ്പോൾ ഗുരുവായൂർ എത്രനാട്ടി മുന്നേ പല ഷോപ്പിലും ഞങ്ങൾ ഈ ഫോട്ടോ തരുന്നു. അപ്പം എവിടെയില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഇത് കാണിച്ചു തന്നിട്ടുണ്ടോ എവിടെ ഇരിക്കണമെന്ന്? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ്? ഗുരുവായൂരുണ്ട്. പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തരേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഗുരുവായൂർ എനിക്ക് കാണിച്ചെന്നാൽ ഷോപ്പിൽ തന്നെ കയറിയിട്ട് ഈ ഫോട്ടോ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പീഠത്തിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. അപ്പം പീഠത്തിൽ വെച്ചിട്ട് വെറുതെ ഒരു ഫോട്ടോ വെച്ചിട്ട് വെറുതെ ഭഗവതീനെ എനിക്ക് കാണാവുന്ന ഒരു രൂപത്തിൽ, കാരണം നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ രൂപം പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അങ്ങനെ രൂപം വെച്ച് പൂജിച്ചു. കുറേ കാലങ്ങൾ ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തൃപ്രയാർ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ ദേവി ഭാഗവതം ഇരിക്കണം ഒരു ബുക്ക് സ്റ്റോളിൽ. അപ്പം ഞാൻ വെറുതെ, എനിക്ക് ആ ബുക്ക് കണ്ടപ്പോൾ ഭയങ്കര സ്ട്രൈക്കായിപ്പോയി. ആ പുസ്തകം ഞാൻ വാങ്ങി. അതിലൊരു കാളി സഹസ്രനാമം ഉണ്ടായിരുന്നു. ഈ സഹസ്രനാമം ഞാൻ അറിയണില്ല, ഞാൻ വെറുതെ ഇരുന്ന് ജപിച്ചിടുക, അങ്ങനെ ഭഗവതി മുമ്പിൽ ഇരുന്ന് ജപിച്ചിടുക. അപ്പം കാളിഭാവം ഇടതും ദുർഗാഭാവം വലതും പ്രത്യക്ഷത്തിൽ ആ എനർജി എനിക്ക് വരാൻ തുടങ്ങി. കാരണം ഇത് എനർജി തന്നെയാണ്. കാരണം ഭഗവതി എന്നിലുണ്ട് എന്ന് പറയുമ്പോൾ ആ എനർജിയാണ് എന്നിലുള്ളത്. അപ്പം ഇത് അറിയാതെ വർഷങ്ങളോളം ഈ കാളി സഹസ്രനാമം ജപിച്ചപ്പോൾ കാളിഭാവം ആവാഹന സമയത്ത് ഞാൻ അസലായിട്ട് ആവാഹിക്കും, പ്രേതം ബാധ ഭൂതമൊക്കെ ആവാഹിക്കും. ഈ ആവാഹന സമയത്ത് കാളിയാണ് വരിക. കാരണം ഒരുപാട് ആൾക്കാരുടെ അപ്പോൾ ദേവീനെ ഞാൻ പിന്നീട് വാൽക്കണ്ണാടിയിലേക്കും ഇപ്പം വിഗ്രഹത്തിലേക്കും മാറ്റിയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ക്ഷേത്രം. നമുക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടാർപ്പായ മറിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴും മേലെ ടാർപ്പായ തന്നെയാണ്. അമ്പലം എന്ന് പറയാൻ വലിയ ഇതൊന്നുമില്ല. കാരണം ഭഗവതി പറഞ്ഞേക്കണത് നീയായിരിക്കാനാണ് എന്നോട് പറഞ്ഞേക്കണത്. അപ്പം ഞാനായിട്ടിരിക്കുക. എന്താണ് സിമ്പിളായിട്ടിരിക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക, സിമ്പിളായിട്ട് നമുക്കൊരാളെ പരസഹായം ചെയ്തു കൊടുക്കാൻ, ചെറുതാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അപ്പം അനവധി ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പം എങ്ങനെ കേട്ടെങ്കിൽ ഞാനിങ്ങനെ
ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ജോലിക്ക് പോവാ, ജീവിക്കണമല്ലോ. ഇതെല്ലാം മറച്ചു വെച്ചേക്കണം. എനിക്ക് ദൈവയുടെ ദർശനം കിട്ടിയതും എനിക്ക് സിദ്ധികളുണ്ടെന്നും അറിയാമെങ്കിലും കൂടി ഇത് ആരോടും പറയണില്ല. വീട്ടുകാർക്കത് മനസ്സിലായി. ഈ ഏകദേശം ഒരു വർഷം കൊണ്ട് മനസ്സിലായി. പക്ഷേ കാരണം അവർക്ക് ഓരോന്നും ഞാൻ വരുമ്പോൾ പറയും, ഇന്നത് വരും, അന്ന് പോവണ്ട, അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവരത് കേൾക്കുമ്പോൾ അവർക്കറിയാലോ. അങ്ങനെ ഒരു ലേഡി എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് മാക്സിയൊക്കെ അടിച്ചു വിൽക്കുക. അതായത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാരാബ്ദങ്ങളിലൂടെ പോണ കാലമാണ്. അപ്പോൾ മാക്സിയൊക്കെ അടിച്ച് വിൽക്കലൊക്കെയാണ്. ഞാൻ ടൈലറിങ് പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നന്നായി തയ്ക്കും. അപ്പം മാക്സി അടിച്ച് വിൽക്കുക. അപ്പോൾ 2 ലേഡീസ് വരണം. അപ്പോൾ എൻ്റെ വിചാരം ഒരു മാക്സി എടുക്കാൻ വരികയെന്നാണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും ഇവിടെ എനിക്കത് കാണാം. ഞാനിവിടെ രാത്രി കണ്ടിരിക്കും ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും. അപ്പോൾ ഞാൻ ഈ മാക്സി അടിച്ച് അപ്പോൾ എൻ്റെ വിചാരം ഇവരെ ഇത് വാങ്ങാൻ വരികയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തേ ചോദിച്ചു. അപ്പോൾ അമ്മേനെ കാണണം പറഞ്ഞപ്പോൾ, അമ്മയോ ചോദിച്ചു ഞാൻ. അതെ, അമ്മേനെ ഒന്ന് വിളിക്കൂ, ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാണ് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ അമ്മ ഞാൻ തന്നെയാണ്. കാരണം ഇവർ എന്നെ കാണാനല്ല ഇവർ വന്നത്. ഇവർ വഴി തെറ്റി ഏകദേശം 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവർ വഴി തെറ്റി വന്നേക്കുന്നത്. ആ ലേഡിക്ക് ബ്ലീഡിങ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ അമ്മ. അപ്പം അമ്മ നോക്കണം, അമ്മേനെ വിളിക്കൂ പറഞ്ഞു. അപ്പോൾ അതും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 12:30 സമയമായിരുന്നു ഉച്ചയ്ക്ക്. ആ സമയത്ത് ഞാൻ നോക്കാറില്ല ഒന്നാമത്. പക്ഷെ അവരുടെ ആ സിറ്റുവേഷൻ, ആ സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെ വെറുതെ പറഞ്ഞയക്കാനും പാടില്ല. നമ്മുടെ അടുത്ത് ആശ്രയിച്ച് വരുന്നവരെ വെറുതെ ഇപ്പം ഞാൻ സമയത്ത് നോക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കയറിയിരിക്കും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മേ തൊടാൻ പറ്റില്ല, ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. സാറിൽ കയറി ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ അങ്ങനെ തിണ്ണയിലിരുത്തി ഈ സ്ത്രീയായിട്ട് പൂജാ റൂമിൽ കയറിയിട്ട് ഞാൻ നോക്കി. അപ്പോൾ അനിയത്തിയാണ് കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ അവരുടെ തലയിൽ പോയി കൈവച്ചത്. ഈ ലേഡിയുടെ ബ്ലീഡിങ് നിന്നു. അപ്പോൾ ഇവർ രാത്രി 7 മണിക്ക് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 7 മണിക്ക് വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അമ്മ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ബോധമില്ല, ഇപ്പം എനിക്ക് ബോധം വന്നു, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട്. അമ്മ കൈ വെച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും എൻ്റെ ബ്ലീഡിങ് നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അനവധി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അനവധി ഡോക്ടേഴ്സിന് കണ്ടിട്ട് ആരെ കണ്ടിട്ട് ഇവർക്കിത് മാറണില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നീര് വന്നിട്ട് കിടക്കുക, അതുപോലെ സോഡിയം കുറവായിട്ട് 2.5 മാസം ഒരു പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കിയപ്പോൾ പറഞ്ഞു അവർക്ക് സോഡിയം കുറവൊന്നുമല്ല, മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, ഞാനത് വേറെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിഹാരം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ നന്നായി യന്ത്രങ്ങൾ എഴുതും. ഈ ഭഗവതി പറഞ്ഞ യന്ത്രങ്ങളാണ്. പക്ഷേ അതല്ലാതെ ഒരു ഏകലീവനെ പോലെ ഒരു ഗുരു ഉണ്ട്. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിറ്റ് കൃഷ്ണൻ നായർ എന്ന് പറയും. അദ്ദേഹം മരിച്ചു. തിരുക്കുറളൊക്കെ ലാസ്റ്റ് എഴുതിയ ബുക്ക് ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ടില്ല. ഏകലവനെ പോലെ അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ചു. അതെൻ്റെ എൻ്റെ ഹസ്ബൻഡ് സച്ചിദാനന്ദൻ എന്ന പേര്. അദ്ദേഹത്തിൻ്റെ ഗുരുവാണെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിനെ കാണാട്ടി മുന്നേ തന്നെ അദ്ദേഹത്തെ ഞാൻ ഗുരുവായി സങ്കല്പിച്ചിട്ട് യന്ത്രങ്ങൾ എഴുതിയായിരുന്നു. ഭഗവതി എനിക്ക് തിരുത്തി എന്തെങ്കിലും അവിടെ തിരുത്തുണ്ടെങ്കിൽ ഭഗവതി പറയും, അത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ദളം വരയ്ക്കുകയാണെങ്കിൽ ആ ദളത്തിന് എങ്ങനെയാണ് എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ അഷ്ടദളം, അതേപോലെ തന്നെ ദശദളം, ഷോഡശദളം, ഇങ്ങനെ ദളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കർണിക, ഇങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. കർണിക ഒന്നും ഇവർ ബുക്കിൽ ചിത്രങ്ങളില്ല, എഴുതിയിട്ട് മാത്രമല്ല. അപ്പോൾ എനിക്ക് കർണിക അറിയില്ല, അങ്ങനെ ഓരോ ഭാഗങ്ങൾ ദശാംഗങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഭഗവതിയെ പറഞ്ഞു. പക്ഷേ ഏകലവനെ ഇപ്പോൾ ഒരു ഗുരുയെ സങ്കല്പിച്ചേക്കണ ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ യന്ത്രങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പോൾ യന്ത്രങ്ങൾ, അപ്പോൾ ആ ലേഡിക്ക് ഞാനൊരു യന്ത്രമാണ് കൊടുത്തത്, ഈ പെൺകുട്ടിക്ക്. ഈ പെൺകുട്ടി യന്ത്രം അപ്പോൾ 2.5 മാസമായിട്ട് ഈ കുട്ടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഈ യന്ത്രം കെട്ടിയോട് കൂടി ഈ കുട്ടി എണീറ്റ് നടക്കുക. അത് ഭയങ്കര ഒരു അത്ഭുതമായി അവർക്ക്. അത്ഭുതമായി കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നെ തേടി വന്നു. പക്ഷെ അത് തൊട്ടടുത്ത് വലിയൊരു മാന്ത്രികനുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോയിട്ട് പോലും നടക്കാതിരുന്നാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ഒരു പെൺകുട്ടി, ഒരു ലേഡി, എൻ്റെയൊക്കെ പ്രായമുണ്ട്, അവർ കിടന്ന കിടപ്പാണ് കുറേ വർഷം. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 19 വയസ്സിൽ, അതായത് ഏകദേശം കിടന്നേക്കണ 22 വർഷമാണ്. ഇവർക്കും എന്താണ് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല രോഗം എന്താണെന്നുള്ളത്. അവർക്ക് ഇതേപോലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, രോഗം ഇന്നതാണ് പ്രശ്നം. കാരണം ഇവർക്കൊക്കെ ഊർജ്ജം കൊടുക്കുക, എൻ്റെ ഉള്ളം കയ്യിലത്തെ ഊർജ്ജം ഇവരെ ബോഡിയിലേക്ക് കൊടുക്കുമ്പോഴാണ് ഇവരെ രോഗം മാറുന്നത്. അപ്പം ആ ഊർജ്ജം കൊടുത്തപ്പോൾ കിടന്ന കിടപ്പായി 22 വർഷമായിട്ട് കിടന്ന രോഗി എണീറ്റ് നടക്കുക. അതിൻ്റെ കൂടെ ഇവർക്ക് ഏലസും യന്ത്രങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ മനസ്സിലൊരു കോൺഫിഡൻസ്, യന്ത്രത്തിലെ ഊർജ്ജദേവത
ഇത് രണ്ടും കാര്യമുണ്ട്. എൻ്റെ ബോഡിയിലുള്ള ഊർജം ഭഗവതി എന്നിലേക്ക് തന്ന ചൈതന്യം ഇവരെ ബോഡിയിലേക്ക് കൊടുക്കുന്നത് കൂടാതെ ദേവത യന്ത്രത്തിലെ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ആ ഊർജത്തിൻ്റെ ദേവതയും കൂടി ഇവരുടെ ശരീരത്തിൽ കെട്ടുമ്പോൾ ഇവർക്ക് മിറക്കള സംഭവിക്കാം. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവികമായ ഒരു സിദ്ധി ലഭിച്ചിട്ടുണ്ട്, ദേവിയെ കാണാൻ പറ്റുന്നുണ്ട്, ദൈവികമായിട്ട് സംവദിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എന്ത് മാധ്യമമാണ് ഉപയോഗിക്കുന്നത്? കബഡിയാണോ, ടാരോ കാർഡ്സ് ആണോ? ഇല്ല, ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തി എൻ്റെ ഊർജ്ജത്തിലിരിക്കാനാണ് പറയാം, നേരെ ഇരിക്കാൻ പറയും. ഇപ്പോൾ രോഹിത് ഇരിക്കുന്ന പോലെ നേരിട്ടിട്ടിരിക്കാൻ പറയും ഞാൻ. അപ്പോൾ ഇവരിയ്ക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് ഇവരുടെ ബോഡിയിലേക്ക് എനർജി സ്പ്രെഡ് ആവും. അപ്പം അവരുടെ ശരീരത്തിൽ എന്തുണ്ടെങ്കിലും, ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും ഉടനടി എൻ്റെ ബോഡിയിലേക്ക് വരും. എൻ്റെ കാര്യം പറഞ്ഞു തരാൻ പറ്റുമോ? അത് പറയണമെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമുണ്ട്. എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ക്ഷേത്രമാണ്, എൻ്റെ ആ വീട്ടിൽ ഇരുന്നിട്ട് മാത്രമാണ് എനിക്കത് കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ. ഒരു തവണ അതിന് വിപരീതമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്ഷേത്രത്തിലേക്ക് അവർ പ്രശ്നം വെക്കാൻ വേണ്ടി പോയി. പ്രശ്നമൊന്നുമില്ല, അവർ പ്രശ്നം പരിഹരിക്കാൻ വെക്കലൊന്നുമില്ല, നമുക്ക് നേരിട്ടാണ്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അപ്പോൾ ഭഗവതി എന്നോട് പറഞ്ഞത്, എപ്പോൾ നീ ആര് വരികയാണെങ്കിലും ഇവിടെ വന്നവരുടെ മാത്രമേ നോക്കാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് വിചാരിച്ചു, ക്ഷേത്രത്തിലേക്കല്ലേ പോണത്, അവിടെയും ഭഗവതിയാണ് ഇവിടെയും ഭഗവതിയാണ്. അപ്പം ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവരെന്നെ നല്ല സ്വീകരിച്ചൊക്കെ ഇരുത്തി അവരുടെ വീട്ടിലെല്ലാവരുടെയും ഫാമിലിയുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർന്നു. ഞങ്ങൾ യാത്രയാവുക. അപ്പം ദക്ഷിണൊക്കെ തന്നു, യാത്രയാവുകയാണ്. യാത്രയാകുമ്പോൾ മുതൽ എനിക്ക് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ആക്സിഡൻറ്റ് സംഭവിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് വണ്ടി പതുക്കെ ഓടിക്കുക. അദ്ദേഹം 40-50 കൂടുതൽ വണ്ടി ഓടിക്കണ ആളേ അല്ല. പക്ഷേ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണിലിങ്ങനെ എനിക്ക് കണ്ണിലെല്ലാം കാണാൻ പറ്റും, എന്താണ് നടക്കുക എന്നുള്ളത് കണ്ണിൽ കാണാൻ പറ്റും. കണ്ണുകൾക്ക് ഒരു എന്തോ ഒരു പവറുണ്ട്. അതെ, നമ്മൾ ജപിച്ച ഊർജം ഒരു പക്ഷെ കണ്ണില്. ഈ ഒരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പിട്ട് കണ്ണിങ്ങനെയായിരുന്നു അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് ഒരു വേറെ തരത്തിലായിരുന്നു പോയിരുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ചെറിയ കുട്ടി മുതൽ ട്രാജഡി മാത്രം അനുഭവിച്ചത്. ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പിരിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് എൻ്റെ അച്ഛൻ ലൈഫിലേക്ക് വരുമ്പോഴത്തേനും എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഒരു 13-ാമത്തെ വയസ്സിലാണ് അച്ഛൻ വീണ്ടും വരുന്നത്. അപ്പോഴത്തേനും ഞാൻ ഹോസ്റ്റലായി. 9-10 വയസ്സിൽ എന്നെ ഹോസ്റ്റലാക്കി. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും അച്ഛൻ മരിച്ചുപോയി. 15 വയസ്സിൽ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛനും ഞാനും എന്നുള്ള ആ ഒരു സ്നേഹം, അച്ഛൻ എൻ്റെ ജീവനാണ്. അച്ഛൻ്റെ ആൾക്കാർക്കും അച്ഛനൊക്കെ എന്നെ ഭയങ്കര ജീവനാണ്. ഒരു വെറൈറ്റി കുട്ടിയായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ തന്നെ. എല്ലാവർക്കും ഭയങ്കര വാത്സല്യം, ഭയങ്കര ഇഷ്ടം, ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. വെറൈറ്റി ആയിരുന്നു. ആരും ഉപദ്രവിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക ഒന്നുമില്ല. ലൈഫ് അങ്ങനെ ഭയങ്കര. എന്നാൽ ഞാനെല്ലാവരും നിന്ന് വിട്ട് ഒറ്റയ്ക്കായിരുന്നു, അകന്ന് ഒറ്റയ്ക്ക് നിൽക്കണ ഒരു സ്വഭാവമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഫോണിലൂടെ ഒന്നും ആർക്കും കാര്യങ്ങൾ ഫോണിലൂടെ ടാരോണെങ്കിൽ അല്ലാതെ നമുക്കപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ അമ്പലത്തിൻ്റെ 5 കിലോമീറ്റർ എത്താനാകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ ചാടി ആക്സിഡൻ്റ് ആയി. അപ്പോൾ എനിക്കത് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് സംഭവിക്കുക. അപ്പം അനുവാദം ഇല്ലാതെ പോയതാണ് കാരണം. അനുവാദം എന്താ ഇരിക്കണം, ഭഗവതിയുടെ ചൈതന്യം ഇരിക്കുന്നത് ആ ഭൂമിയിലാണ്, ഇപ്പം ഇരുത്തിയേക്കണ ക്ഷേത്രത്തിലാണ്. ആ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ആ കംഫർട്ട് സോൺ കാരണം എനർജികൾ പലതായിരിക്കും. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പല എനർജി ആയിരിക്കും അന്തരീക്ഷത്തിൽ നിൽക്കുക. ഈ എനർജിയിലൂടെ അവരിൽ കൂടെ വേണം എൻ്റെ എനർജി രോഹിത്തിലേക്ക് വരാൻ. അപ്പോൾ രോഹിത്തിലേക്ക് എന്തൊക്കെ എനർജി ഉണ്ടെങ്കിൽ ആ എനർജിയിലേക്ക് എൻ്റെ എനർജി കടക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ്സ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് എനർജികൾ ബോഡിയിലുണ്ടാവും, ചുറ്റിനുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും. കാരണം അന്തരീക്ഷത്തിൽ ഇപ്പോൾ അടുത്തൊരു ആവാഹനത്തിന് പോയപ്പോൾ അവരുടെ ക്ഷേത്രത്തിലെ ദേവതാ ബന്ധനാണ്. നോക്കിയപ്പോൾ ദേവതേനെ ബന്ധിച്ച് വെച്ചേക്കണു, അല്ലെങ്കിൽ സ്തംഭിപ്പിച്ച് വെച്ചേക്കണു. ഇതപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മുടെ. കാരണം വിശ്വാസത്തിന് അന്ധമായി വിശ്വസിക്കണവർ, ഇതാണ് അന്ധവിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിലുണ്ട്. അനവധി ഊർജ്ജങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ആവാഹനത്തിന് പോയപ്പോൾ അവരുടെ വീട്ടിൽ കുറേ പേരുണ്ട്. അപ്പോൾ അവരാവാഹിക്കാൻ വിളിച്ചപ്പോൾ ഒരു പയ്യനെ ആവാഹിക്കുമ്പോൾ ആ പരിസരത്ത് പോലും അവരുടെ വീട്ടിലല്ലാത്ത ഒരാൾ, അവരുടെ വീട്ടിൽ ആരുമല്ല, ആ പരിസരത്ത് 2 വർഷം മുൻപേ തൂങ്ങി മരിച്ചൊരു വ്യക്തിയുടെ ഊർജ്ജമാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അയാളായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആവാഹിക്കാൻ അങ്ങനെ കൈ പിടിച്ച് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ വ്യക്തിയുടെ രൂപങ്ങളും ഭാവങ്ങളും അയാൾ എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഇവരോട് ചോദിക്കുക ഞാൻ, ഇതാരാണ്? അപ്പം അത് ഇന്ന വ്യക്തിയാണ്, മരിച്ചത് തൂങ്ങി മരിക്കുകയായിരുന്നു. അപ്പം അന്തരീക്ഷത്തിൽ അനവധി ഊർജ്ജമുണ്ട്. ഈ അനവധി ഊർജ്ജങ്ങളെ എനിക്ക് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാൻ പറ്റും.
പുറത്തിറങ്ങിയാൽ എനിക്ക് അതിന് അനുവാദമില്ല. അപ്പോൾ പുറത്ത് ഫോൺ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേര് നമ്മളെ ഫോൺ വിളിക്കും, ഒരുപാട് പേര് നമ്മളെ പറയും അവരുടെ അതിന് നമ്മൾ ടാരോ ഉപയോഗിക്കും. ടാരോ ആണ് മീഡിയം. അല്ലാതെ ദർശനം എന്നുള്ള രീതിയിൽ നമ്മൾ പരസ്പരം കണ്ടിട്ടുള്ള ഒരു കൺസൾട്ടിങ് ആണെങ്കിൽ അത് അങ്ങോട്ട് വരണം. അപ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ പാസ്റ്റ്, പ്രസൻസ്, ഫ്യൂച്ചർ എല്ലാം പറയാൻ പറ്റും.